കുട്ടികൾ സെൻട്രൽ ഏഷ്യയിൽ ചോദിക്കുന്ന ഒരു ലോ കോസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് കിർഗിസ്ഥാൻ. കിർഗിസ്ഥാൻ ഇന്ത്യൻസിന്റെ ഇടയിൽ ഫേമസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് അവരുടെ ഫീസാണ്. അതായത് വളരെ കുറഞ്ഞ ഫീസുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കിർഗിസ്ഥാനിലുണ്ട്. അതുപോലെ തന്നെ കിർഗിസ്ഥാനിലെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കിർഗിസ്ഥാനിലെ ടോട്ടൽ ബഡ്ജറ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളെ കിർഗിസ്ഥാനിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കിർഗിസ്ഥാനിലെ കുട്ടികൾ പോയി പഠിച്ച് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്. അവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് കൂടുതലുള്ളത്, മലയാളി സ്റ്റുഡൻസ് വളരെ കുറവാണ് എന്നുള്ള ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാനുണ്ട്. മൂന്നാമത്തെ കാര്യം, ഒരുപാട് മുന്നേ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ECFMG പോലുള്ള അക്രഡിറ്റേഷൻസ് പല യൂണിവേഴ്സിറ്റികൾക്കും കിർഗിസ്ഥാനിലുണ്ട്. ഇങ്ങനെയൊക്കെ ഇരുന്നാലും കിർഗിസ്ഥാന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിർഗിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ കിർഗിസ്ഥാനിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ക്ലാരിറ്റി ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ അവിടെയുള്ള ഒഫീഷ്യൽ അതോറിറ്റിയോ ഒന്നും തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ NMC ഗൈഡ് ലൈൻസിൽ ഒരു ക്ലാരിറ്റി കുറവ് കിർഗിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ്. രണ്ടാമത്തെ ഒരു കാര്യം, സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങൾ, അതായത് മലയാളികൾ MBBS പഠിക്കാൻ പോകുന്ന രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവ് മലയാളികളുള്ളതും ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ. മൂന്നാമത്തെ കാര്യം, കിർഗിസ്ഥാനിലെ ചില ഏരിയകളിൽ കിർഗിസ് ലോക്കൽസും ഇന്ത്യൻസും തമ്മിലുള്ള ബന്ധം കുറച്ച് വഷളാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതുവെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇതും നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് കിർഗിസ്ഥാനിൽ ശ്രദ്ധിക്കണം. ഇതും കിർഗിസ്ഥാന്റെ ഒരു നെഗറ്റീവാണ്. അടുത്ത കിർഗിസ്ഥാന്റെ ഒരു ഡീമെറിറ്റ്, കിർഗിസ്ഥാന്റെ FMG പാസ് പെർസെന്റേജ് ആണ്. പൊതുവെ FMG പാസ് പെർസെന്റേജ് നോക്കുന്ന സമയത്ത് പല യൂണിവേഴ്സിറ്റികളും FMG പാസ് പെർസെന്റേജിൽ കിർഗിസ്ഥാനിൽ കുറവുള്ളത്, അധികം പെർഫോമിംഗ് അല്ലാത്ത യൂണിവേഴ്സിറ്റികൾ വരാറുണ്ട്. ഇനി ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ തേർഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.